എല്ലായിടത്തുമുള്ള ചില വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം. ഓരോ സ്ഥലങ്ങളും ഞങ്ങളുടേതാണ്, വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ച് കൊണ്ടുവരുന്നിടത്ത് ആലോചിച്ചുകൊള്ളുക, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ സ്വന്തം നിർമ്മിതിയിലുള്ള രണ്ട് ഗ്രൂപ്പുകൾ. ഒന്ന് അമ്പലപ്പുഴ യോഗം, മറ്റൊന്ന് ആലങ്ങാട്ട് യോഗം. ഇവർ തമ്മിലും വൈരുദ്ധ്യമുള്ളത് ഞാൻ വ്യക്തമാക്കുകയാണ്. അമ്പലപ്പുഴ യോഗമാണ് ആദ്യത്തേത്. അവർ കൊച്ചമ്പലത്തിൽ നിന്നിറങ്ങിയാൽ നേരെ ചെന്ന് കയറുന്നത് പള്ളിയിലോട്ടാണ്. ആലങ്ങാട്ട് യോഗം അവർ നേരെ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് പോരുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു? രണ്ടു പേർക്ക് എന്തെങ്കിലും സംഭവിച്ചു? എന്തിനു വേണ്ടി ചെയ്യുന്നു? നാളെ ഇന്ന് 18-ാം പടിയുടെ വലതുവശത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആ കുടീരത്തിൽ ഇരിക്കുന്നയാൾ പൊതുവെ പറയുന്നത് ഇവിടെ വാവരുടെ ഖബറാണ് ഞങ്ങൾ വച്ചിരിക്കുന്നതെന്ന്. ശവകുടീരം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരിധിക്കുള്ളിൽ വയ്ക്കാൻ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുക. വേണ്ട എന്ന് തീരുമാനിക്കണം. ഇതെവിടെയാണ് ഇരുന്നിരുന്നതെന്നും കൂടി അറിയണം. ഈ സാധനം ഇരുന്നിരുന്നത് ഞങ്ങളുടെ ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ ഒരു തലമുറയ്ക്ക് മുമ്പല്ല, ഞങ്ങളുടെ ഓർമ്മയിൽ മാളികപ്പുറത്തായിരുന്നു. മാളികപ്പുറത്തുണ്ടായിരുന്നത് ഒരു അയ്യരാണ്, അന്നത്തെ മജിസ്ട്രേറ്റ്. ആ കേസിൽ വിധി വന്നതാണ്. ആ വിധിയിൽ ഈ സാധനം എടുത്ത് കൃത്യമായും വടക്കേ നടയുടെയും കിഴക്കേ നടയുടെയും ഇടയ്ക്ക് കൊണ്ട് തിരികെ വെച്ചു. ഇപ്പോഴത്തെ സ്ഥാനം എന്തിനു വേണ്ടി? നിങ്ങളെന്തൊക്കെയാണ് സമർപ്പിക്കുന്നത്? ഒന്ന് ഉപ്പാണ്, പിന്നെ ഒന്ന് ഇന്ന് കിട്ടാനുള്ളതിൽ ഏറ്റവും വില കൂടിയ സാധനം ഏത് എന്ന് ചോദിച്ചാൽ കറുത്ത പൊന്ന് എന്നാണ് അതിൻ്റെ വില, അതിൻ്റെ പേര്. എന്താ കറുത്ത പൊന്ന്? കുരുമുളക്. എന്തിനു വേണ്ടി? അരിമ്പാറയ്ക്ക് അത്രേ. അരിമ്പാറയ്ക്കാണ് ഏതെങ്കിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു പിടി ഉപ്പും കുരുമുളകും കൂടെ കൊണ്ടു കൊടുക്കുക, അത് മാറി കിട്ടും. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാനും വേണ്ടാത്തതിനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും വേണം എന്നുള്ളതിനെ അത് വേണം എന്ന് തീരുമാനിക്കാനുമുള്ള തൻ്റെ ഇടം സനാതന ധർമ്മികളായ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് നേരെ തെക്കോട്ട് നടന്ന് എരുമേലി വലിയ അമ്പലത്തിലേക്ക് പേട്ടറിൽ പോയാൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത്? അവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ പോയി നോക്കിക്കൊള്ളൂ. പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ കയറിക്കൊള്ളൂ. ഞാൻ പറയുന്നത് സ്വാമി പറഞ്ഞത് നുണയാണ്, അതുകൊണ്ട് സ്വാമി ഇനി ഈ നാട്ടിലേക്ക് കടക്കരുത് പറഞ്ഞോളൂ നിങ്ങൾ. പക്ഷേ എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയിട്ടുള്ളതിൽ ഒന്നാമത്തെ വരി, ഇത് വാവർ പള്ളിയല്ല, ഈ പള്ളിയുടെ പേര് നയനാർ പള്ളി എന്നാണ്. നിങ്ങളോട് ഏതെങ്കിലും അയ്യപ്പ തീർത്ഥാടകർ, ഗുരുസ്വാമിമാർ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ വാവർ പള്ളിയിൽ പോകാൻ? നിങ്ങളോട് പറഞ്ഞായിരിക്കും. പക്ഷേ നയനാർ പള്ളിയിൽ പോകാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ നയനാർ പള്ളി എന്ന് ബോർഡ് വച്ചിരിക്കുന്നിടത്ത് നമ്മൾ എന്തിനു പോകണം? ചിന്തിക്കണം. രണ്ടാമത്തേത്, എല്ലാം അയ്യപ്പൻ, എല്ലാറ്റിൻ പൊരുളയ്യപ്പൻ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ശബരിമലയ്ക്ക് പോണത്. അങ്ങനെ പോകുന്ന നമ്മൾ ഈ പറയുന്നതല്ലാതെ നീയല്ലാതെ മറ്റൊരു ഈശ്വരൻ ഇല്ല എന്ന് വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നിടത്ത് എന്തിനാണ് പോകുന്നത്? അതിൻ്റെയും കൂടി സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതാണ്ട് ഒരു 2010-11 കാലഘട്ടത്തിൽ കണ്ണൂരിൽ നിന്ന് വന്ന നമ്മുടെ സ്വാമിമാർ, ആ കാലഘട്ടത്തിനപ്പുറത്ത് വരെ നമുക്ക് നേരെ ചെന്ന് അകത്തേക്ക് കയറിയിട്ട് പ്രദക്ഷിണം വയ്ക്കാമായിരുന്നു. പക്ഷേ ഇന്ന് ഒരു കാരണവശാലും അതിനെ നമ്മളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ച് നീളത്തോട് നീളം ഒരു കാണിക്കവഞ്ചി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കിക്കോളൂ. ആ കാണിക്കവഞ്ചി വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഇവിടെ കയറാൻ യോഗ്യരല്ല, നിങ്ങൾ ഈ ഔട്ടർ വേയിൽ കൂടി ഇങ്ങനെ വന്നൊന്ന് ചുറ്റിയിട്ട് വേണമെങ്കിൽ പൊക്കോ, നാളികേരം അടിച്ചോ ഞങ്ങൾ ഭസ്മം തരാം, നാളികേരം അടിച്ചോ കിലോയ്ക്ക് 60 രൂപ, നാളികേരം അടിച്ചോ ഞങ്ങൾ ഭസ്മം തരാം. എവിടെയാണ് വിധി? ഏത് കിതാബിലാണ് ഈ വിധിയുള്ളത്? ചോദിക്കണ്ടേ? അങ്ങനെ ചോദിച്ചാൽ ഈ കാണിക്കവഞ്ചി മാറ്റിയിട്ട് ഞങ്ങൾക്കകത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് കാലം ഏതാണെന്നും കൂടി ഞാൻ പറയാം. അന്നത്തെ മുഖ്യമന്ത്രി AK ആൻ്റണി, ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി, അവിടുത്തെ എരുമേലിലെ ചാർജ് എനിക്ക്, കോട്ടയം SP S ഗോപിനാഥ്, ഈ പറഞ്ഞ രീതിയിൽ തീർത്ഥാടകരെ ഒരു കാരണവശാലും
പള്ളിക്കുള്ളിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വന്നവർ ബലമായി ഇത് മാറ്റിക്കൊണ്ട് അവരകത്ത് കയറി. തർക്കമായി, അതൊരു വിഷയമായി. ഇവിടെ ഒരു സംഭവം നടന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ 22 കൊല്ലം പോലീസിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് അപ്പോഴേ ഇത് റിപ്പോർട്ട് ചെയ്തത് ആൻ്റണിയുടെ ഉറക്കം പോയി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സ്വന്തം നാടാണ് കോട്ടയം. അതുകൊണ്ട് എങ്ങനെയും അവസാനിപ്പിക്കണം. സ്പെഷ്യൽ ബ്രാഞ്ചിലെ DYSP വന്നു, നമുക്കിതെങ്ങനെയെങ്കിലും സ്വാമി അവസാനിപ്പിക്കണം. അന്നത്തെ ഈ മഹലിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ്. എന്തായാലും ഷാജഹാനും സ്വാമി അയ്യപ്പദാസും കോട്ടയം കലക്ടറുടെയും SP-യുടെയും സാന്നിധ്യത്തിൽ എരുമേലിയിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഇരുകൂട്ടരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരുന്നിടത്താണ് ഈ വർഷത്തിൽ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് പൊട്ടുകുത്തണോ, ഏത് തരത്തിലുള്ള മഞ്ഞപ്പൊടി വേണോ അതോ മഞ്ഞപ്പൊടി മതിയോ എന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. ആലോചിച്ച് നോക്കുക, കാലം എങ്ങോട്ടേക്കാണ് പോകുന്നത്. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഇതൊന്നും വേണ്ട എന്നാണ് തോന്നുന്നതെങ്കിൽ, ഇതൊന്നും മാറ്റേണ്ടതാണ് എന്ന് തോന്നുന്നെങ്കിൽ അവസാനിപ്പിക്കുക. ഞങ്ങൾ വരുന്നില്ല, ശബരിമലയ്ക്ക് വരുന്നില്ല എന്നല്ല പറഞ്ഞു. ഈ പള്ളിയിൽ കയറിയുള്ള പ്രദക്ഷിണം വയ്പും ആ സ്വീകരണവും ആ കാണിക്കയിലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ആലങ്ങാട്ട് യോഗക്കാർ നമുക്ക് കാണിച്ചു തരുന്നതെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു.